നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഭാവഗായകൻ പി ജയചന്ദ്രന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങി നാട്. തൃശൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ജനുവരി 13 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ JRC വിദ്യാർത്ഥികൾക്ക് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ശബ്ദാനുകരണ കലയിൽ വ്യത്യസ്തയാവുകയാണ് നയന എന്ന കൊച്ചുമിടുക്കി. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. പറവൂർ ചേന്നമംഗലത്ത് പാലിയത്ത് വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. ജയചന്ദ്രന്റെ ഭൌതികദേഹം തൃശൂരിലെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. പ്രിയ ഗായകനെ അവസാനമായി കാണാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയിരുന്നത്. കലാമണ്ഡലം ഗോപിയാശാൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സഹോദരനെ നഷ്ടപ്പെട്ട വേദന എന്നായിരുന്നു ഗായകൻ യേശുദാസിന്റെ പ്രതികരണം. മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, ജയരാജ് വാര്യർ, മനോജ് കെ ജയൻ, ഔസേപ്പച്ചൻ, വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങി ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ തൃശൂർ അമല ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ച ഭൌതികദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. 11:15 കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ ഭൌതികദേഹം എത്തിച്ചത്. പി ജയചന്ദ്രന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ലോകം ഒന്നാകെ അക്കാദമിയിലേക്ക് ഒഴുകിയെത്തി. സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി, ബാലചന്ദ്ര മേനോൻ, സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളേരി, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, അക്കാദമി വൈസ് ചെയർമാൻ PR പുഷ്പവതി, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ്, ലളിതകല അക്കാദമി സെക്രട്ടറി N ബാലമുരളികൃഷ്ണൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, കേരള ഫോക്ലോർ അക്കാദമിക്ക് വേണ്ടി പെരിങ്ങോട് ചന്ദ്രൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. പ്രിയ ഗായകന്റെ വിയോഗത്തിൽ നാടും നാട്ടുകാരും ഒരുപോലെ സങ്കടത്തിലാണ്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ജനുവരി 13 ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 12 വൈകിട്ട് 4 മുതൽ 10 വരെ ആനച്ചമയ പ്രദർശനവും 7:30 മുതൽ പള്ളിവേട്ടയും ഉണ്ടായിരിക്കും. ജനുവരി 13 തിങ്കളാഴ്ച പുലർച്ചെ 4:30 മുതൽ പള്ളിയുണർത്തൽ, ഗണപതി ഹോമം, കലശാഭിഷേകം, തുടർന്ന് തിടമ്പ് പൂജ. രാവിലെ 8 മുതൽ 11 മണിവരെ 20 പൂര സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടത്തും. പഞ്ചാരി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണിത്വം വഹിക്കും. 11 മുതൽ 1 മണിവരെ വിവിധ പൂരസെറ്റുകളുടെ കാവടി വരവും, എഴുന്നള്ളിപ്പിന് ശേഷം 11 മുതൽ 2:30 വരെ KG ഹാളിൽ അന്നദാനം, ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെ ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പാണ്ടിമേളത്തോടെ കാഴ്ച ശീവേലിയും, വൈകിട്ട് 6 മുതൽ വരാക്കര ദേശത്ത് നന്ദിക്കര സാംബവരുടെ നേതൃത്വത്തിൽ പന്തൽ വരവ്, 6:30 ദീപാരാധന, സഹസ്രനാമാർച്ചന, തുടർന്ന് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്. രാത്രി 8 വള്ളുവനാട് നാദം അവതരിപ്പിക്കുന്ന ഊഴം എന്ന നാടകം അരങ്ങേറും. രാത്രി 12 സാംബവ നൃത്തത്തോടുകൂടി വേലവരവ്. ജനുവരി 14 ചൊവ്വാഴ്ച പുലർച്ചെ 1:10 മുതൽ 3:05 വരെ കരയോഗങ്ങളുടെ പൂരം വരവ്, തുടർന്ന് ആറാട്ട്, ശേഷം സാംബവ നൃത്തം. ക്ഷേത്രനടയിൽ വിത്തിട ചടങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MV വിജയൻ, MB സുരേഷ്, ഭാഗ്യവതി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവം ജനുവരി മാസം 13 തിങ്കളാഴ്ച പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയാണ്. 20 പൂരസെറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 8 മുതൽ 11 വരെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും. വരാക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ പൂരാഘോഷത്തോടനുബന്ധിച്ച് 20 കരയോഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പൂരങ്ങളും കൂടാതെ ക്ഷേത്രം തന്ത്രി കരുമാത്ര ഡോക്ടർ വിജയൻ തന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും അന്നത്തെ ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. യുവകരങ്ങളുടെയും സമന്വയിപ്പിച്ചുകൊണ്ട് യുവദേശക്കാരുടെ പൂരം
വളരെ ഭംഗിയായി നടക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ കരിമാത്ര വിജയൻ അവர்களാണ് നമ്മൾ ചടങ്ങുകൾ നടത്തുന്നത്. കോടാലി കൊറേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരിയും മേൽശാന്തി വെങ്ങരശ്ശേരി ഇല്ലത്ത് പുരുഷോത്തമൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. രാവിലെ ശ്രീഭൂതബലിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് മേളപ്രതിഭ കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. 13 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഉച്ച കഴിഞ്ഞ് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പാണ്ഡിമേളം കൊഴുപ്പേകി. തിരുവാണിക്കാവ് രാജഗോപാലൻ ഭഗവതിയുടെ തിടമ്പേറ്റി. രാത്രിയിൽ ക്ഷേത്ര തട്ടകത്തെ 8 ദേശങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് താലി എഴുന്നള്ളിപ്പും ഉണ്ടായി. ക്ഷേത്ര സമിതി ഭാരവാഹികളായ കൊച്ചുണ്ടി എ കർത്ത, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ഷനോജ് വെട്ടിയാട്ടൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ശബ്ദാനുകരണ കലയിൽ വ്യത്യസ്തയാവുകയാണ് നയന എന്ന കൊച്ചുമിടുക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നയനയുടെ മിന്നുന്ന വിജയം ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തുകൂടിയായി മാറുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടി തൃശൂർ ജില്ല തലയുയർത്തി നിൽക്കുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട് നയനയ്ക്ക്. നന്ദിക്കര GHSSലെ +1 വിദ്യാർത്ഥിനിയാണ് നയന. മുരിയാട് പഞ്ചായത്ത് 3ാം വാർഡിൽ ആനന്ദപുരം തറയിലക്കാട് സ്വദേശി അരീക്കര വീട്ടിൽ പരേതനായ മണികണ്ഠന്റെ മകളാണ്. തയ്യൽ തൊഴിലാളിയായ അമ്മ പ്രീതിക്കും ചേച്ചി +2 വിദ്യാർത്ഥിനിയായ നന്ദനയ്ക്കുമൊത്ത് ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് നയനയുടെ താമസം. ഉദരരോഗം ബാധിച്ച് 4 വർഷം മുൻപാണ് പിതാവ് മണികണ്ഠൻ മരിച്ചത്. അമ്മയുടെ തുച്ഛമായ വരുമാനത്തിൽ ജീവിതം മുന്നോട്ടു പോകുമ്പോഴും കുഞ്ഞുനാൾ മുതൽ ശീലിച്ച ശബ്ദാനുകരണ കലയെ നയന മുറുകെ പിടിച്ചു. പ്രമുഖ ചാനലിന്റെ റിയാലിറ്റി ഷോയിൽ തന്റെ ശബ്ദാനുകരണ മികവ് പ്രകടിപ്പിച്ച ശ്രദ്ധേയയായ നയന പക്ഷിമൃഗാദികളുടെ ശബ്ദാനുകരണത്തിലാണ് കൂടുതൽ മികവ് പ്രകടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ A ഗ്രേഡ് നേടിയാണ് തിരുവനന്തപുരത്ത് ഈ മിടുക്കി തൃശൂരിന്റെ അഭിമാനമായത്. കുയിലിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത്. എഴുന്നേറ്റ് നോക്കിയപ്പോഴോ സമയം 6 മണി. അപ്പോൾ അവനും കൂവുന്നുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ പിടക്കോഴിയും ചെറിയൊരു കൂവലോട് കൂടി നേരം വെളുപ്പിച്ചു. ഒരു ഉണ്ണി അറിയുന്ന ശബ്ദട്ടാ. പൂച്ച തമ്മിൽ കടികൊടുന്ന ശബ്ദം. തബലവാദനത്തിലും നയനയുടെ വൈദഗ്ധ്യം പ്രകടമാണ്. ഇത്തവണ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയെങ്കിലും കൈവേദന മൂലം ജില്ലാ തലത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന്റെ ദുഃഖവും നയനയ്ക്കുണ്ട്. നയനയുടെ നേട്ടം ആഘോഷമാക്കുകയാണ് നന്ദിക്കര GHSSലെ വിദ്യാർത്ഥികളും അധ്യാപകരും. നയനയുടെ നേട്ടം വാർത്തയായതോടെ സഹായഹസ്തവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. നയനയ്ക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി മാതാവ് പ്രീതി മണികണ്ഠൻ പറഞ്ഞു. അച്ഛന്റെ സ്വപ്നമാണ് മകൾ സാക്ഷാത്കരിച്ചതെന്നും മകളെയോർത്ത് വലിയ അഭിമാനമുണ്ടെന്നും ഈ അമ്മ പറയുന്നു. സ്റ്റേറ്റിൽ പോവാൻ കിട്ടിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ജില്ലയിൽ പോയി മത്സരിക്കുമ്പോൾ 2ാം സ്ഥാനം കിട്ടാറ്. അത് ഒരിത്തിരി അശ്രദ്ധ കൊണ്ടാണ് കിട്ടി പോണത് കേട്ടോ. ഞങ്ങൾക്ക് കൂടെ പഠിപ്പിക്കാൻ ആരില്ലാത്തതിൻ്റെ അവൾക്ക് സ്റ്റേജിൽ കയറാനുള്ള ഒരു പേടിയായിരുന്നു. അത് അച്ഛനാണ് മുന്നിങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ്റെ 2 ആഗ്രഹങ്ങളായിരുന്നു ഇത്.
ഒന്നാമത് തബലയുടെ അരങ്ങേറ്റം കഴിക്കണം, അതൊരു ആഗ്രഹമായിരുന്നു. അത് ഈ പ്രാവശ്യം കഴിഞ്ഞു. പിന്നെ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ ഇല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് ഷോയിൽ എൻ്റെ മോള് പോകണം അങ്ങനെ പറയാറുണ്ട്. അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ശരിക്കും കാര്യം. അത് ഒരു പ്രത്യേകതയായിരുന്നു ആൾക്ക്. ഇവളാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ കൂടെ നിന്നുണ്ടായിരുന്നത്. അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും അച്ഛനും ഇവിടെ അമ്മൂട്ടെന്നാ വിളിക്കാറ്. ആൺകുട്ടിയായിട്ട് അച്ഛൻ കണ്ടെക്കണത്. പക്ഷിമൃഗാദികളെ ഒരുപാട് സ്നേഹിക്കുന്ന നയനയ്ക്ക് ഒരു വെറ്ററിനറി ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. ഒപ്പം കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിയായ മോഹമുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് സ്റ്റേറ്റിക്ക് ഇങ്ങനെ പോണത്. പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ കിട്ടാണ്ടായ വിഷമം ഉണ്ടായിരുന്നു. അത് കുറച്ച് എനിക്ക് മടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒരു മാഷ് ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഞാൻ തന്നെ ചെയ്യണോണ്ട് എനിക്കൊരു മടി ഉണ്ടായിരുന്നു. ഇപ്പോ ഈ ജില്ലാ മത്സരത്തിന് പോയപ്പോ ഒരു മാഷിനെ കിട്ടി. അവിടുന്ന് എന്റെ പരിപാടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാഷ് എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞു, ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞു. ഷഫീഖ് എന്ന പേര്, കൊടുങ്ങല്ലൂരാണ് വീട്. അപ്പൊ ആ സാറ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചിരുന്നു. അങ്ങനെ ഓരോന്ന് സ്ക്രിപ്റ്റ് ആക്കി ഓരോന്നായിട്ട് ഇങ്ങനെ അയച്ചു. അതിങ്ങനെ കേട്ട് പഠിച്ച് അങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഇതിലേക്ക് ആക്കിയത്. സ്റ്റേജിൽ കയറാൻ പോണതിന് മുന്നേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മോട് ഞാൻ പറഞ്ഞ് കരയായിരുന്നു എനിക്ക് പേടിച്ചിട്ട്. അപ്പോ ആ ടൈമിൽ എന്നെ മാഷിന്റെ ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കേട്ടിട്ട് അപ്പോഴാണ് ഞാൻ പേടിയില്ലാണ്ടായിട്ട് സ്റ്റേജിന്റെ അവിടേക്ക് കയറിയത്. പിന്നെ എനിക്ക് കുറെ പൂച്ചകളുണ്ട്. അപ്പൊ പട്ടീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടിയൊന്നുമില്ല വീട്ടില്, പിന്നെ പൂച്ചകളുണ്ട്. അപ്പൊ ഇവരവിടൊക്കെ ഇങ്ങനെ ഓരോ മൃഗത്തിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ പേടിപ്പിക്കും, അങ്ങനെയൊക്കെ കളിക്കും. അപ്പൊ അങ്ങനെയാണ് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും കനിവുള്ള കരങ്ങൾ താങ്ങാവുന്നതിന്റെ കരുത്തിൽ മുന്നേറാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നയനയും അമ്മയും സഹോദരിയും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനത്തോടെ തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് ഉയർത്തുമ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം മിമിക്രിയിൽ എ ഗ്രേഡ് നേടി അതിൽ തന്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് നയന മണികണ്ഠൻ എന്ന ഈ മിടുക്കി. തനിക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ അനുകരിച്ചാണ് നയന മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയത്. നയനയെ തേടി ഞങ്ങളിവിടെ എത്തിയപ്പോൾ നയനയുടെ പൂച്ച ഒന്ന് കരഞ്ഞു. നയന ഞങ്ങളോട് പറയുകയായിരുന്നു അത് തന്റെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണെന്ന്. നയന അങ്ങനെയാണ്. തന്റെ വീട്ടിലെ പൂച്ചയുടെ ശബ്ദം, പൂച്ചയോട് സംസാരിക്കാൻ നയനയ്ക്ക് കഴിയും. തന്റെ വീടിന് ചുറ്റുമുള്ള മരങ്ങളിൽ വന്നിരിക്കുന്ന കിളികളുടെ ശബ്ദം അനുകരിക്കുക മാത്രമല്ല, അവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കൂടി കഴിയുന്നു എന്ന് നയന പറയുമ്പോൾ ശബ്ദാനുകരണത്തിൽ വലിയ പ്രതീക്ഷയാണ് നയന മണികണ്ഠൻ എന്ന ഈ മിടുക്കി നമുക്ക് നൽകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിദ്യാലയങ്ങളിലും സമൂഹത്തിലും JRC അംഗങ്ങളായ വിദ്യാർത്ഥികൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അഭിപ്രായപ്പെട്ടു. JRC വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ഇടപെടൽ നടത്തുമെന്നും MLA പറഞ്ഞു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ JRC വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ JRC കോർഡിനേറ്റർ പ്രവീൺ M. കുമാർ അധ്യക്ഷനായിരുന്നു. കൊടകര ഡോൺ ബോസ്കോ HSS പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത, ജില്ലാ കോർഡിനേറ്റർ TA ട്വിൻസി, PD ബൈജു, നിത ജോസ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും സൈബർ സെക്യൂരിറ്റിയും എന്ന വിഷയത്തിൽ സൈബർ സെൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ C. സുജിത്, റോഡ് സുരക്ഷയും പ്രാഥമിക ചികിത്സയും എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GOJ വാഴപ്പള്ളി എന്നിവരും ക്ലാസ് നയിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 48 മാസങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന 48 പ്രവൃത്തികളുടെ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി 19ാമത്തെ ഉദ്ഘാടനം നടന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് വലിച്ചെറിയൽ വിരുദ്ധവാരത്തിന്റെ ഭാഗമായി നാടെങ്ങും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന തേർഡ് ഐ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ കോന്തിപുലം പാടത്തും പോങ്കോത്ര സെന്ററിലും ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ബ്യൂട്ടി സ്പോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KC പ്രദീപ്, MK ശൈലജ, കവിത സുനിൽ, ഐശ്വര്യ അനീഷ്, ദിനേശ് വെള്ളപ്പാടി എന്നിവർ പ്രസംഗിച്ചു. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയിൽ കേരളമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, പലപ്പോഴും പല വിദേശ രാജ്യങ്ങളെപ്പോലും ഈ കാര്യങ്ങളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് CM ജോർജിന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി പുഷ്പാർപ്പണം നടത്തി. വ്യാപാരികളുടെ മക്കൾക്കുള്ള ധനസഹായ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, ആമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് പുളിക്കൻ ആന്റുവിന്റെ മകനുള്ള വിവാഹ ധനസഹായം 1 ലക്ഷം രൂപ വിതരണം ചെയ്തു.
ഭാരവാഹികളായ കെ ടി പിയൂസ്, പി എൽ റെജി, കെ ജയകുമാർ, ആന്റണി തെയ്യാലക്കൽ, റിജോ ഫ്രാൻസിസ്, സുധീർ പെരുമറത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് വിംഗ് അംഗങ്ങൾ, വനിതാ വിംഗ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 10:30 തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ താണിക്കൽ കാർമ്മികനാകും. ഫാദർ സിനോജ് നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാനയ്ക്കു ശേഷം തിരുനാൾ പ്രദക്ഷിണം നടക്കും. ഞായറാഴ്ച ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ സംവിധാനം ചെയ്ത് കല്ലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും. തിരുനാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കറത്ത് കാർമ്മികനായി. രൂപമെഴുന്നള്ളിപ്പ്, അമ്പ് പ്രദക്ഷിണവും വെള്ളിയാഴ്ച നടന്നു. കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി ഇടവകാംഗങ്ങൾ അവതരിപ്പിക്കുന്ന സാമൂഹ്യ സംഗീത നൃത്ത നാടകം സൈന്യാധിപൻ ഞായറാഴ്ച അരങ്ങിലെത്തും. കല്ലൂർ കലാനികേതന്റെ ബാനറിൽ ഇടവകയിലെ 100ഓളം കലാകാരന്മാരാണ് നാടകത്തിൽ അരങ്ങിലെത്തുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് സൈന്യാധിപൻ ഹിസ്റ്ററി ഓഫ് എ പവർഫുൾ സോൾജിയർ എന്ന നാടകം അണിയിച്ചൊരുക്കിയത്. നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടനാണ്. ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് കല്ലൂര് കിഴക്കേ പള്ളി സെന്റ് റാഫേൽ ചർച്ചിലെ തിരുനാളോടനുബന്ധിച്ചിട്ടുള്ള സൈന്യാധിപൻ എന്നുള്ള നാടകത്തിന്റെ സംവിധായകൻ എന്നുള്ള രീതിയിലാണ്. 2016 ഈ ഒരു നാടകം എഴുതിയിട്ടുള്ളത്. ഞാൻ എറണാട്ടുകര പള്ളിയിലെ കൊച്ചച്ഛനായിരിക്കും എഴുതിയ നാടകമാണ്. ഇപ്പോൾ കുറേ പള്ളികളിൽ ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100 പേരോളം രംഗത്ത് വേഷമിട്ട് എത്തുന്ന ഒരു നാടകമാണ് സൈന്യാധിപൻ എന്നുള്ള നാടകം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രമാണ് ഈ നാടകത്തിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. 12-ാം തീയതി 7 മണിക്ക് സെബസ്ത്യാനോസിന്റെ ജീവചരിത്രമായിട്ടുള്ള ഈ സൈന്യാധിപൻ 100ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന നാടകം അരങ്ങേറും. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ, സഹവികാരി ഫാദർ മേജോ മങ്ങാട്ടിളയൻ എന്നിവരുടെ നേതൃത്വത്തിൽ 2 മാസത്തോളമായി ഇടവകയിലെ ഈ കലാകാരന്മാർ നാടക പരിശീലനത്തിലായിരുന്നു. നിങ്ങളെയൊക്കെ ആരാധനാ പുരുഷൻ സെബസ്ത്യാനോസ് ചക്രവർത്തിയുടെ അംഗസംരക്ഷകരുടെ നേതാവ്, അവന്റെ ശരീരത്തിൽ തുളച്ചിലേറാൻ ആദ്യത്തെ അമ്പ് കൊടുത്തു വിട്ടത് ഞാനാ. സെബസ്ത്യാനോസ്, നീ അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ ഈ എളിയവന് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഒരു മരത്തിൽ വലിഞ്ഞു കെട്ടി ശരവർഷം അവന്റെ കവിയെന്ന് ചെല്ലും. പ്രസിഡന്റ് ചെറിയ ചീരപ്പള്ളി, സെക്രട്ടറി മെജോ പനോക്കാരൻ, ജസ്റ്റിൻ കാവല്ലൂർ, ഡോക്ടർ സിജോയ് ജോസ് പി, ഷീന റൈസൻ എന്നിവരാണ് കല്ലൂർ കലാനികേതന്റെ സാരഥികൾ. സംഗീതവും നൃത്തവും അഭിനയ മികവും കോർത്തിണക്കി ആധുനിക ശബ്ദ വെളിച്ച സംവിധാനങ്ങളോടെയാണ് സൈന്യാധിപൻ അരങ്ങിലെത്തുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7-നാണ് നാടകാവതരണം. ഈ വരുന്ന ഞായറാഴ്ച 12-ാം തീയതി നമ്മുടെ തിരുനാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നമ്മുടെ കല്ലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന നാടകം സെബസ്ത്യാനോസ് പുണ്യാളന്റെ നാടകത്തിന് ആസ്പദമാക്കിയാണ് സൈന്യാധിപൻ എന്ന നാടകം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിൽ 75ഓളം പേർ അഭിനയിക്കുന്നുണ്ട്. ഇതിൽ 6 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളും വയസ്സായവരും ലേഡീസും എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാടകം 2 സ്റ്റേജുകളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നിലെ സ്റ്റേജിൽ നാടകവും ഫ്രണ്ടില് ഡാൻസും അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ വളരെ നല്ലൊരു നാടകമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ വരണം, കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, വിജയിപ്പിക്കണം. ഞങ്ങളുടെ ഈ പള്ളിയിലെ, അതായത് കല്ലൂർ കിഴക്കേ പള്ളിയിലെ പെരുന്നാളാണ് ഈ വരുന്ന 10, 11, 12 തീയതികളിൽ. അപ്പോൾ ഈ പെരുന്നാളിന്റെ ഭാഗമായി ഞങ്ങളുടെ ഒരു നാടകം, അതായത് കല്ലൂർ കലാനികേതൻ എന്ന ബാനറിൽ ഞങ്ങളൊരു നാടകം അവതരിപ്പിക്കുന്നു. അത് ഞങ്ങളുടെ 5ാമത്തെ നാടകമാണ്. അതിന്റെ പേരാണ് സൈന്യാധിപൻ, ദ സ്റ്റോറി ഓഫ് എ പവർഫുൾ സോൾജർ. ഈ നാടകത്തെ അവതരിപ്പിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതകഥയാണ്. അപ്പോൾ ഈ നാടകം കാണുവാനും ഈ നാടകത്തെ ആസ്വദിക്കാനും വേണ്ടി ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. തന്നെയുമല്ല, ഈ നാടകത്തിലുടനീളം അഭിനയിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇടവക്കാരൻ തന്നെയാണ്. ഈ കഴിഞ്ഞ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലൊരു പ്രൊഫഷൻ ടച്ച്, അതായത് കുറച്ചുകൂടി പ്രൊഫഷണലായി ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. ജനുവരി 12-ാം തീയതി, അതായത് ഈ ഞായറാഴ്ച ഞങ്ങൾ ഈ നാടകം കാണുവാനും ആസ്വദിക്കുവാനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതകഥ അറിയുവാനും
ഈ നാട്ടിലെ എല്ലാവിധ കലാപ്രേമികളെയും ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കല്ലൂർ സെന്റ് റാഫേൽ ചർച്ച് കല്ലൂർ കലാനികേതൻ അവതരിപ്പിക്കുന്ന 5ാമത്തെ നാടകമാണ്. ഇതിൽ 3 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കുട്ടികളും മുതിർന്നവരും ആയവരും എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. പലരും നാടകത്തിനോടുള്ളൊരു പാഷൻ മൂലം ജോലികൾ മാറ്റിവെച്ചിട്ടും ജോലി സമയം കഴിഞ്ഞിട്ടും വന്നിട്ടാണ് 2 മാസമായി ഇതിന്റെ പരിശീലനം തുടങ്ങിയിട്ട്. എല്ലാവർക്കും കല്ലൂർ പള്ളി പെരുന്നാളിന് എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കലാനികേത അവതരിപ്പിക്കുന്ന ഈ നാടകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷണിക്കുന്നു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ ഗോൾഡൻ ജൂബിലി അമ്പുതിരുന്നാൾ ശനിയും ഞായറും ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:30 നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൽവിൻ അറക്കൽ കാർമ്മികനാകും. തിരുസ്വരൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ, യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്, രാത്രി 11 അമ്പു പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, 10 ഫാദർ തേജസ് കുന്നപ്പള്ളി കാർമ്മികനായ ആഘോഷമായ തിരുനാൾ കുർബാന, ഫാദർ മെൽവിൻ കളപ്പുരയ്ക്കൽ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3 പ്രദക്ഷിണ കുർബാന, ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് 7 പള്ളിയിൽ കയറുന്നു. 7:30 പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും. മണ്ണമ്പേട്ട മേരി ഇമാക്കുലേറ്റ് പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജെയ്സൺ പുന്നശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനുവരി 18, 19, 20 തീയതികളിലാണ് തിരുനാൾ. 18 അമ്പ് എഴുന്നള്ളിപ്പും 20 വൈകിട്ട് 8 KCYM നേതൃത്വത്തിൽ ബാൻഡ് വാദ്യ മത്സരവും നടക്കും. തിരുനാൾ ദിനമായ 19 രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 പ്രദക്ഷിണ സമാപനം. ശ്രീകൃഷ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള 35ഓളം ചിത്രങ്ങൾ വരച്ചിരിക്കുകയാണ് കൃഷ്ണഭക്തയായ ചിത്രകാരി രതി ബാബു. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്കു ശേഷം വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ രതി ഒഴിവു സമയം ചിലവിടുന്നത് കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ്. രതി വരച്ചിട്ടുള്ള ഓരോ ചിത്രവും കണ്ണന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ളവയാണ്. രോഗാവസ്ഥയിൽ തനിക്ക് പ്രചോദനവും താങ്ങും തണലുമായി നിന്ന ജീവിത പങ്കാളി സുരേഷ് ബാബു തന്നെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് രതിയുടെ ആഗ്രഹം. രോഗബാധിതരായി വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ടു പോകുന്നവർക്കുള്ള അതിജീവന പാഠമാണ് തന്റെ കലാസപരിയിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. വേദനയെയും നിരാശയെയും മറികടന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറാൻ തങ്ങളിലെ സർഗവാസനകളുടെ കരുത്തുമതിയെന്ന് 48-കാരിയായ രതി പറയുന്നു. സ്കൂൾ കാലഘട്ടം മുതലേ വർണ്ണങ്ങളെയും വരയെയും സ്നേഹിച്ചു തുടങ്ങിയ രതിയിലെ കലാപാഠവും തിരിച്ചറിഞ്ഞത് പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു. പിന്നീട് തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്ന് 3 വർഷം ചിത്രകല പഠിച്ചു. കായിക രംഗത്തും നേട്ടങ്ങൾ കൈവരിച്ച രതിക്ക് റെയിൽവേയിൽ ജോലി ലഭിച്ചുവെങ്കിലും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് മകനെ ഗർഭം ധരിച്ച വേളയിലാണ് വൃക്കരോഗമുള്ളതായി കണ്ടെത്തിയത്. വർഷങ്ങളോളം രോഗാവസ്ഥയോട് പൊരുത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. വേദനയിലും നിരാശയിലും മനസ്സ് തളർന്നപ്പോഴെല്ലാം കൃഷ്ണഭക്തിയും ചായക്കൂട്ടുകളുമാണ് ആശ്വാസം പകർന്നത്. രതിയുടെ വീട്ടിനുള്ളിൽ എങ്ങും കൃഷ്ണഭക്തി തുളുമ്പുന്ന ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഉള്ളത്. ഇവയെല്ലാം തന്നെ രതിയുടെ കരവിരുതിൽ പിറവിയെടുത്തവയാണ്. രോഗിയായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങൾ രതി വരച്ചു. കൃഷ്ണഭക്തിയായ രതിയുടെ വരകളിൽ രൂപപ്പെട്ടതിൽ മിക്കതും കൃഷ്ണന്റെയും രാധയുടെയും ചിത്രങ്ങളാണ്. ഐക്രിലിക് പെയിന്റിങ്ങിനോടുള്ള ഈ കലാകാരിയുടെ പ്രിയം വിളിച്ചു പറയുന്നതാണ് ചിത്രങ്ങളിൽ ഏറെയും. 3.5 വർഷത്തോളം തുടർച്ചയായി ഡയാലിസിസിന് വിധേയയായി കഴിഞ്ഞപ്പോഴും ചിത്രം വരയും ഭർത്താവും കുടുംബാംഗങ്ങളും പകർന്നു നൽകിയ ആത്മധൈര്യവുമാണ് രതിയെ ജീവിപ്പിച്ചത്. അമ്മ ഭവാനി തന്റെ വൃക്കകളിൽ ഒന്ന് പകർത്തു നൽകി രതിയെ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയതോടെ തന്നിലെ സർഗവാസനകളെ കൂടുതൽ തേച്ചു മിനുക്കാൻ രതിക്ക് കഴിഞ്ഞു. കലാരംഗത്ത് കൂടുതൽ സജീവമാകാൻ ചികിത്സിച്ച ഡോക്ടറും പ്രോത്സാഹനം തന്നു. രതി വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ആദ്യമായി നടന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ് സിറ്റി ആശുപത്രിയിലായിരുന്നു. മറ്റു രോഗികൾക്ക് പ്രചോദനം പകരുന്നതിനായാണ് ഡോക്ടറുടെ സഹായത്തോടെ അവിടെ പ്രദർശനം സംഘടിപ്പിച്ചത്. മുൻ കളക്ടറായിരുന്ന കൃഷ്ണ തേജയ്ക്ക് താൻ വരച്ച ചിത്രം സമ്മാനിക്കണമെന്ന രതിയുടെ ആഗ്രഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കളക്ടർ 1 വർഷം മുമ്പ് വാസുപുരത്തുള്ള രതിയുടെ വീട്ടിലെത്തിയിരുന്നു. രതി വരച്ച തൃശൂർ പൂരത്തിന്റെ ചിത്രവുമായാണ് അന്ന് കളക്ടർ മടങ്ങിയത്. ചിത്രങ്ങളാണ് ഞാൻ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചിടുന്നത്. അത് 35 തരത്തിലുള്ള ചിത്രങ്ങളാണ്. എത്ര വരച്ചാലും തീരാത്ത ഒന്നാണ് കൃഷ്ണന്റെ. പക്ഷെ 35ഓളം ചിത്രങ്ങൾ വരയ്ക്കാനും വിട്ടിട്ടുള്ളൂ. കൂടുതൽ വരച്ചിരുന്നു, വിട്ടൊക്കെ പോയതാണ്. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം ജനുവരി 14 മുതൽ 22 വരെ നടക്കും. ജനുവരി 20-നാണ് മഹോത്സവം. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി 12 ഞായറാഴ്ച ആഘോഷിക്കും.
രാത്രി 8-ന് വിവിധ ടീമുകളുടെ തിരുവാതിരക്കളി, എട്ടങ്ങാടി പുഴുക്ക്, പാതിര പൂച്ചൂടൽ, ഉമാമഹേശ്വര പൂജ എന്നിവയുണ്ടാകും. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക KS ഉദയയുടെ യാത്രയയപ്പും തിങ്കളാഴ്ച രാവിലെ 10-ന് നടക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ TS മുരളി അധ്യക്ഷത വഹിക്കും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് മുഖ്യാതിഥിയാകും. ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം ഫെയിം മുരളി ചാലക്കുടി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കോൺഗ്രസ് നേതാവായിരുന്ന ജോസഫ് നമ്പാടന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 11-ന് ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടക്കുന്ന യോഗം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷനാകും. മുൻ MLA TV ചന്ദ്രമോഹൻ വിശിഷ്ടാതിഥിയാകും. ഒല്ലൂർ സെന്റർ വികസനം വ്യാപാരികളെ നിലനിർത്തിക്കൊണ്ടാകണം നടപ്പിലാക്കേണ്ടത് എന്നാവശ്യപ്പെട്ട് അവകാശ പോരാട്ടം നടത്തുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ അറിയിച്ചു. വികസന പ്രവർത്തനങ്ങൾക്ക് ഒല്ലൂരിലെ വ്യാപാരികൾ എതിരല്ലെന്നും കടകളും വീടും നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്കും ഭൂവുടമകൾക്കും ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. വ്യാപാരികളുടെ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ജനുവരി 14-ന് വൈകുന്നേരം 4 മണിക്ക് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്നും തുടർന്ന് പ്രകടനവും പൊതുസമ്മേളനവും നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സുനീഷ് ജോൺസൺ, റാഫി വടക്കേത്തല, KB ജോഷി എന്നിവർ പങ്കെടുത്തു. ഒല്ലൂർ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകന യോഗമാണ് ചൊവ്വാഴ്ച ജനുവരി 14-ാം തീയതി വൈകിട്ട് ഒല്ലൂർ ജംഗ്ഷനിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 യോഗങ്ങൾ കഴിഞ്ഞ് നമുക്കറിയാം. അതിലൊക്കെ ഒരുപാട് വലിയ ആശയങ്ങളും ആശങ്കകളും ഞങ്ങൾ അറിയിച്ചിരുന്നു. 2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ളതല്ല. അത്രയധികം ത്യാഗം അനുഭവിച്ചിട്ട് ഇന്ന് കാണുമ്പോൾ ചെറിയ കടകളായിട്ട് തോന്നിയിരിക്കും. പക്ഷെ 100 കൊല്ലം മുകളിൽ പഴക്കമുള്ള കടകളൂടി ഉണ്ട്. ഞങ്ങളൊക്കെ 10-75 കൊല്ലമായിട്ട് പഴക്കമുള്ളവരാ. അതൊരു സുപ്രഭാതത്തിൽ ഇല്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് വരുമ്പോ അതൊന്നും നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ ഒരു സ്കെച്ച് കൊണ്ടുവരാണ്. ഇപ്പൊ ഒരു പുതിയൊരു സ്കെച്ച് കൊണ്ടുവന്നിട്ട് എന്റെ കട ഇരിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ട് ഇപ്പൊ എന്റെ 1 സെന്റ് സ്ഥലം ഉള്ളത് ഇപ്പൊ അതില്ല, അതിനേക്കാളും കുറഞ്ഞിരിക്കുകയാണ്. ഒരു പൊളിച്ചിട്ട് ഇപ്പൊ എന്നിട്ട് പിന്നെ നാളെ ഒരു പുതിയ സ്കെച്ചായി വന്നിട്ട് അവർ പറയാണ് ഇരിക്കണം ഭാഗം പുറമ്പോക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരുടെ അടുത്ത് പരാതി കൊടുക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. വീടുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ MJM ഇന്റീരിയേഴ്സ് ബിൽഡ് ആൻഡ് ഡെക്കോ എന്ന സ്ഥാപനം മണ്ണംപേട്ടയിൽ ശനിയാഴ്ച രാവിലെ 11-ന് പ്രവർത്തനം ആരംഭിക്കും. വരാക്കര പോസ്റ്റ് ഓഫീസിനു സമീപം ഗീതം കോംപ്ലക്സിലാണ് സ്ഥാപനം തുടങ്ങുന്നത്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും കേരള സർക്കാർ തൊഴിലും നൈപുണ്യം വകുപ്പും ചേർന്ന് ജനുവരി 13-ന് രാവിലെ 9:30-ന് പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടത്തുന്നു. തൃശൂർ RI സെന്ററിന്റെ നേതൃത്വത്തിൽ അയ്യന്തോൾ കളക്ടറേറ്റിലെ അനക്സ് കോൺഫറൻസ് ഹാളിൽ നടത്തുന്ന മേളയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അപ്രന്റീസ് ട്രെയിനുകളെ തിരഞ്ഞെടുക്കുന്നതിനായി പങ്കെടുക്കും. ITI പാസ്സായ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ട്രെയിനുകൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9544189982 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെടുപുഴ സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിൽ പാർട്ട് ടൈം ഹിന്ദി ഗസ്റ്റ് ലെക്ചറർ തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രസ്തുത വിഷയത്തിൽ 1-ാം ക്ലാസ് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിനായി ജനുവരി 14-ന് രാവിലെ 10-ന് കോളേജിൽ എത്തിച്ചേരണം. തൃക്കൂർ TPS HS സ്കൂളിൽ സോഷ്യോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകളുമായി എത്തിച്ചേരുക. ഫോൺ നമ്പർ 0487235680. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. മണ്ണംപേട്ട കരുവാപ്പടി തെക്കേക്കര പൈലി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസ്ലിയാണ് ഭാര്യ. രാജു, രജനി എന്നിവർ മക്കളും, ജോളി, നിമിഷ എന്നിവർ മരുമക്കളുമാണ്. മറവാഞ്ചേരി പായമൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാഖിയാണ് ഭാര്യ. മക്കൾ കൈലാസ് ശങ്കർ, ശിവശ്രീ ശങ്കർ. മരോട്ടിച്ചാൽ എടത്തിരുത്തിക്കാരൻ ജോസ് മകൻ റാൽജോ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4-ന് മരോട്ടിച്ചാൽ സെന്റ് ജോർജ് യാക്കോബായ സൂര്യാനി പള്ളിയിൽ. ചെങ്ങാലൂർ ശാന്തിനഗർ ഒല്ലുകാരൻ ആന്റോ, ഭാര്യ മേരിക്കുട്ടി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മരത്തംപള്ളി പള്ളത്തേരി ചന്ദ്രൻകുട്ടി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
ഭാവഗായകൻ പി ജയചന്ദ്രന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങി നാട്. തൃശൂരിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ജനുവരി 13 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലയിലെ JRC വിദ്യാർത്ഥികൾക്ക് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ശബ്ദാനുകരണ കലയിൽ വ്യത്യസ്തയാവുകയാണ് നയന എന്ന കൊച്ചുമിടുക്കി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.